തമിഴ്നാട്ടിലെ പൊള്ളാച്ചി ലൈംഗികാതിക്രമ കേസിൽ 9 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ. ആ വാർത്തയിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നൽകിയിരുന്നു. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയായ ശ്യാമിലിയെ സീനിയർ അഭിഭാഷകൻ അതിക്രൂരമായി മർദ്ദിച്ചതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ കാണിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ ഈ വാർത്തയിലേക്ക് നമ്മൾക്ക് ഒന്നുകൂടി വരേണ്ടതുണ്ട്. അതിലൊരു പുതിയ വിവരം വന്നിരിക്കുന്നു. ആ പുതിയ വിവരം നൽകുന്നതിന് വേണ്ടി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത വിഷ്ണു കരുണാകരൻ നമ്മോടൊപ്പമുണ്ട്. എന്താണ് ആ പുതിയ വാർത്ത, വിഷ്ണു കരുണാകരൻ? മനീഷ്, ഇപ്പോൾ ബെയിലിൻ ദാസ് അഭിഭാഷകരെ ബാർ അസോസിയേഷനിൽ നിന്നും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബാർ അസോസിയേഷൻ അംഗങ്ങളൊക്കെ ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും ഈ പോലീസ് ഈ ബെയിലിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന സമയം ബാർ അസോസിയേഷൻ അംഗങ്ങൾ തടഞ്ഞു എന്നുള്ളത് അത് തെറ്റായ ഒരു പ്രചാരണമാണെന്നാണ് പറയുന്നത്. ഏതായാലും നിലവിൽ ബാർ അസോസിയേഷൻ അംഗങ്ങൾ ഈ മർദ്ദനമേറ്റ ജൂനിയർ അഭിഭാഷകയോടൊപ്പം തന്നെയാണ് നിൽക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജൂനിയർ അഭിഭാഷകയെ ആശുപത്രിയിൽ നിന്ന്, അതായത് ഇപ്പോൾ നിലവിലുള്ളത് ഈ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലാണ്. ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മുഖത്ത് സാരമായ പരിക്കുണ്ട്, മുഖത്ത് ചതവ് പറ്റിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വഞ്ചിയൂരിലുള്ള കോടതിക്കുള്ളിലെ വഞ്ചിയൂർ ഭാഗത്തുള്ള ഇവരുടെ ഓഫീസിൽ വെച്ചാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. രാവിലെ നടന്ന സംഭവമാണ്. ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. മറുപടി പറയാൻ ഉണ്ടെങ്കിൽ പോലും അത് കാണുമ്പോൾ തന്നെ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മോപ്പ് സ്റ്റിക്ക് കൊണ്ടും കൈകൊണ്ടും മാരകമായി മർദ്ദിച്ചു എന്നാണ് വിഷ്ണു. ഈ മോപ്പ് സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവണമെന്നില്ല. എന്താണ് ശരിക്കും മോപ്പ് സ്റ്റിക്ക് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ഈ നിലം തുടയ്ക്കുന്ന വസ്തുവാണ്. അതിന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്ന ആ വടിയാണ്. അതുകൊണ്ട് മർദ്ദിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം കൈകൊണ്ട് കാര്യമായി ആവർത്തിച്ച് ഒരേ സ്ഥലത്ത് അടിച്ചു എന്നും വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ പാടുകൾ കാണുന്നുണ്ട്. ശക്തമായ രീതിയിൽ അടിച്ചതുകൊണ്ട് തന്നെ വലിയ പ്രഹരമേറ്റിട്ടുണ്ട്. അതിന്റെ ചതവുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനമായിരിക്കുന്നത്. ഏതായാലും ഈ വർധനത്തിന്റെ ഭാഗമായി തന്നെ നിലപാട് അറിയിച്ചിരിക്കുകയാണ് ബാർ അസോസിയേഷൻ. ഈ മുതിർന്ന അഭിഭാഷകനായ ബെയിലിൻ ദാസിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റുള്ള നടപടികൾ. മുതിർന്ന അഭിഭാഷകന്റെ പേര് ഒരു വിചിത്രമായ പേരാണ്. അത് ബെയിലിൻ ജോസ് എന്നാണോ? വ്യക്തമല്ല. മനീഷ്, ബെയിലിൻ ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബെയിലിൻ ദാസ്. ബെയിലിൻ ദാസ് ആണ്. ബെയിലിൻ ദാസിനെയാണ് ഇപ്പോൾ ദാസിനെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത്. ഏതായാലും ഈ ബാർ അസോസിയേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഉണ്ടാകും. ഏതായാലും ഇത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നേരത്തെ പരാജയപ്പെട്ടതായി അറിയാൻ സാധിക്കുന്നത്. പക്ഷെ അത് ബാർ അസോസിയേഷൻ അംഗങ്ങൾ അത് നിഷേധിച്ചിട്ടുണ്ട്. ഏതായാലും ഒപ്പമുള്ള അഭിഭാഷകരെല്ലാം പറയുന്നത് ജോലി സ്ഥലത്ത് നിന്നും പറഞ്ഞയക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം വീണ്ടും തിരിച്ചു വരാൻ പറഞ്ഞു. ആ കാരണം ചോദിച്ചതിനെ തുടർന്നാണ് ഈ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചത് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. ശക്തമായ രീതിയിൽ ആക്രമണം നേരിട്ടു എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെയധികം വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ വിഷ്ണു കരുണാകരൻ നൽകിയിരിക്കുന്ന ഈ ഒരു രേഖ അത് ബാർ അസോസിയേഷൻ ഈ വ്യക്തിയെ പുറത്താക്കിയതിന്റെ രേഖയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും ബാർ അസോസിയേഷന്റെ ഭാഗത്തു നിന്നുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള രേഖ തന്നെയാണ്. അതിൽ കൃത്യമായി അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. ഏതായാലും അത് വളരെ ഒരു സംശയമുള്ളത്, എന്തിന് ഈ ജൂനിയർ അഭിഭാഷകയെ ഈ പറയുന്ന സീനിയർ അഭിഭാഷകനായ ബെയിലി ദാസ് ഇത്ര ക്രൂരമായിട്ട് അടിച്ചു എന്നുള്ളതിന് ഒറ്റ വാക്യത്തിൽ പെട്ടെന്ന് വിശ്വസനീയമായി പറയാവുന്ന ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് എന്താണ്? ബനേഷ്, അത് കഴിഞ്ഞ വ്യാഴാഴ്ച ജോലിക്ക് വരണ്ട എന്ന അഭിഭാഷകയോട് ഈ ബെയിലിൻ പറഞ്ഞിരുന്നു. പിന്നീട് തിരിച്ചു വിളിക്കുകയായിരുന്നു. അപ്പോൾ ഈ അഭിഭാഷകയായ ശ്യാമിലി തിരിച്ച് ജോലിയിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ടാണ് തന്നെ പറഞ്ഞയച്ചത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കാരണം വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി. ആ തർക്കത്തിന് പിന്നാലെയാണ് ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും കുറച്ച് വർഷങ്ങളായി തന്നെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒപ്പം നിൽക്കുന്ന അഭിഭാഷകരെല്ലാം പറയുന്നത് ഇത് നേരത്തെ ഇതുപോലെയുള്ള ജൂനിയർമാർ പുതിയ ആൾക്കാർ വരുമ്പോൾ തന്നെ പഴയ ആളുകളെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമം അത് മുന്നറിയിപ്പില്ലാതെ പറഞ്ഞയക്കുന്നു. അത്തരത്തിലുള്ള ഒരു മനോഭാവത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റമാണിത്. അതിന്റെ ഭാഗമായി ഉണ്ടായ നടപടിയാണ്. അത് വളരെ വ്യക്തമാക്കുകയോ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് പറഞ്ഞയക്കുകയായിരുന്നു. അതിനുശേഷം തിരിച്ചു വിളിക്കുകയായിരുന്നു. അതിന്റെ കാരണം ചോദിക്കുമ്പോഴാണ് ഈ മർദ്ദനം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ കൃത്യമായി അറിയാൻ സാധിക്കുന്നത്.
ഇത്തരത്തിലൊരു ജൂനിയർ അഭിഭാഷകയെ ജോലി സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ മർദ്ദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാവണം ബാർ അസോസിയേഷൻ ബെയ്ലിദാസ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ആകുമ്പോഴേക്കും ഈ ബെയ്ലിദാസിന്റെ ഫോട്ടോ അടക്കം ആരാണ് ഈ അടിച്ച വ്യക്തി എന്ന് വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. അടുത്ത വാർത്താ ബുള്ളറ്റിനോട് കൂടിയോ അല്ലെങ്കിൽ ഇതിന്റെ അപ്ഡേഷൻ അടുത്ത നിമിഷം തന്നെ ആ ഫോട്ടോ കൂടി ലഭിക്കുമ്പോൾ ഈ വാർത്തയെ ഒന്നുകൂടി നമ്മൾക്ക് വിശദീകരിച്ച് നൽകാൻ കഴിയും. വിഷ്ണു കരുണാകരനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്ത് നിന്ന്.